നമുക്കിന്ന് മുന്തിരി കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1.5 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് അടർത്തിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിലിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് ഇതിനകത്ത് കീടനാശിനികളെല്ലാം പോയി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ 4-5 പ്രാവശ്യം വെള്ളത്തിൽ ഒലച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണിത്. ഇങ്ങനെ വേണം മുന്തിരിങ്ങ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം മുന്തിരിങ്ങയിൽ ധാരാളം ഈ കീടനാശിനികളൊക്കെ അടിച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര ആയാലും ചെല്ലും, എന്നാലും അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതായിട്ട് കഴുകിയിട്ടേ മുന്തിരിങ്ങ എപ്പോഴും ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് അടുപ്പത്തോട്ട് വെക്കാം. ഇത് വേവുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമുക്ക് വേവാനായിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഇങ്ങനെ മുന്തിരിങ്ങ കൊണ്ട് ജ്യൂസ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മാസം വരെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സീസൺ ആണല്ലോ, ഇപ്പം വലിയ വിലയില്ല. 1.5 കിലോ മുന്തിരിങ്ങ 100 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്തിരിങ്ങ വാങ്ങിച്ചത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച മുന്തിരിങ്ങ നന്നായിട്ട് തിളച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് തൊലിയെല്ലാം പുറത്തായി, കുരുവെല്ലാം പുറത്തു വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് മിക്സിയിൽ അരിച്ചെടുത്ത് പിന്നീട് നമുക്ക് പഞ്ചസാര ചേർത്ത് പിന്നെയും ചൂടാക്കി പറ്റിച്ചെടുക്കണം. ഇത് തണുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കത് തണുക്കുന്നത് വരെ അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച മുന്തിരിയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറി. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ച് മിക്സാക്കി എടുക്കാം. മിക്സിയുടെ പകുതി ഭാഗമേ ഇടാവുള്ളൂ. കാരണം ഇത് വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മിക്സിയുടെ പകുതി ഭാഗത്ത് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിക്കൊണ്ട് വന്ന് അരിച്ചെടുക്കാം. മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. ഒരുപാട് നേരം നമ്മൾ മിക്സിയിലിട്ട് ഇത് അരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കുരുവെല്ലാം അങ്ങ് അരിച്ചു വരും. കുരു അധികം അരയാത്ത രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുന്തിരിയുടെ എല്ലാ നീരും നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ മുന്തിരിയെല്ലാം മിക്സിയിലൊന്ന് അരിച്ച് ജ്യൂസ് മാത്രമാക്കി എടുത്തത് ഇത്രയുമുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിന്റെ പൊന്ത് തൊലിയും കുരുവും കൂടെയാണ്. മിക്സിയിലിട്ട് നമ്മൾ ഒരുപാട് അരയ്ക്കാഞ്ഞതുകൊണ്ട് കുരുവൊന്നും അരഞ്ഞിട്ടില്ല. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് കുറുകി ഒരു കുഴമ്പ് വരുവാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച മുന്തിരിച്ചാറ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. കുറച്ചുകൂടെ തിളക്കട്ടെ. ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം.
നമ്മുടെ ഈ മുന്തിരിയുടെ നീര് ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകണ്ട. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 നാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല. 2 നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കുപ്പികളിൽ ആക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ, നമുക്ക് അഥവാ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞ് ഇച്ചിരി ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് വെള്ളം അധികം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇതിന് ഒരുപാട് നമ്മൾ കുറുക്കിയിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൂടെ നോക്കാം. കാരണം ഈ വലിയ ചരുവത്തിലേത് എളുപ്പം ചൂടാറത്തില്ലല്ലോ. നമുക്കപ്പം കുറച്ച് ചെറിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തണുക്കുന്നതിനായിട്ട് എടുത്തു വെച്ച മുന്തിരി ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മതിയേ. കാരണം നമ്മൾ ഒരുപാട് അങ്ങ് കുറുക്കി എടുത്തിട്ടില്ല ജ്യൂസ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് മുകളിലായിട്ട് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ ടേസ്റ്റിയായ മുന്തിരി ജ്യൂസ് തയ്യാറായി. ഇതൊന്ന് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ മധുരമൊക്കെ ഉണ്ടോന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുന്തിരിങ്ങയുടെയും ആ നാരങ്ങ നീരൊഴിച്ചതിൻ്റെയും നല്ല തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.